പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് ഈ അൾത്താരയിൽ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്കുണ്ടാകാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന ഉടമ്പടി ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും സൗഖ്യത്തിന്റെയും ദൈവാനുഭവത്തിന്റെയും ദൈവസാന്നിധ്യത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിൽ ഉച്ചത്തിലേക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങൾ മൗനമായി ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ദൈവിക വെളിപാടിന്റെയും ദൈവസാന്നിധ്യത്തിന്റെയും അഭിഷേകത്തിന്റെയും സൗഖ്യത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കർത്താവേ, ഉടമ്പടി ആരാധനയെ ദൈവപിതാവ് ഒരു ഉപകരണമാക്കി എടുക്കണമേ എന്നും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും സന്തോഷത്തോടെ ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക അനുഭവശാസ്ത്രത്തിലെ അനേകം കാലാവസ്ഥകളുണ്ട്. നമ്മുടെ ഭൂമിയിലുള്ള കാലാവസ്ഥകളില്ലേ, മഞ്ഞ്, മഴ, പ്രളയം, വേനൽ, ചൂട്, എരിച്ചിൽ, പുകച്ചിൽ, ഇതുപോലെയുള്ള കാലാവസ്ഥകൾ ആധ്യാത്മികമായ അനുഭവ മേഖലയിലുമുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ ചെയ്യണത്? ഈ ഒരു കാലഘട്ടത്തിലൂടെ പോയാൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ചില സമയത്ത് നമുക്ക് വിശ്വാസം പൂർണ്ണമായിട്ടും പോവുകയും ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതിരിക്കുകയും ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സമയമുണ്ടാകും. എത്ര വിശ്വാസികളായാലും ഈ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാതെ വിശ്വാസത്തിൽ തുടരാൻ പറ്റത്തില്ല. ദൈവം ഉണ്ടോ? ഇതൊക്കെ ചുമ്മാ പറയണതാണോ? അതൊരു രാഷണലിസ്റ്റുകളുടെ നിഗമനമാണ് ശരി? നമ്മൾക്ക് ഒരു അനുഭവം കിട്ടാത്തിടത്തോളം കാലം നിങ്ങളുടെ ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും സാധനങ്ങൾ, കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ആയാലും, അപ്പോൾ നമ്മളത് വാങ്ങിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെങ്കിൽ ടെസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബൾബായാലും ശരി, ടോർച്ചായാലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറ, ടെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സത്യമാണ്, നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി, റെഡി ടു യൂസ്. ടെസ്റ്റഡ് എന്ന് വെച്ചാൽ റെഡി ടു യൂസ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ്. നിങ്ങൾക്കൊരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല.
ഫെയ്ത്ത് ടെസ്റ്റഡ് ഫെയ്ത്ത് ആകുമ്പോൾ നമുക്ക് എന്താ പറ്റേണ്ടത്? റിലേ ചെയ്യാൻ പറ്റും. പണ്ട് ഇപ്പോഴൊക്കെ പാലം പണികൾ കണ്ടിട്ടില്ലേ? ഇപ്പോഴൊക്കെ 1000 ടൺ വെയിറ്റുള്ള വണ്ടി കയറിപ്പോകാൻ വേണ്ടി മാത്രം സിമൻറ്റും കമ്പിയും അതിൻ്റെ കേജും അതിൻ്റെ സിമൻറ്റും അതിൻ്റെ കുഴയും ഒക്കെ അതിൻ്റെ ഒരു കിലോനാ മറ്റേ എടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ കാണിക്കും ഇത് ഓക്കെയാണ് എന്ന് പറയുന്നത്. പണ്ടങ്ങനെ നമുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് പാലങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നത്. ഇപ്പോഴെല്ലാം ടെസ്റ്റഡാണ്. കമ്പി കയറ്റി അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ കാണിക്കും എത്ര കൊല്ലം വരെ ഈ പാലം നിൽക്കും, എന്തുമാത്രം ടൺ ഭാരങ്ങൾ കയറ്റി ഇറക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം പാലം പണിയുന്ന മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ കുഴയുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും. പണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രാജാക്കന്മാരുടെ കാലത്ത് പണിത പാലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ ടെസ്റ്റ് ചെയ്തിരിക്കണത്? രാജാക്കന്മാരെല്ലാം ആനകളെ കൊണ്ടാണ് ജീവിക്കണത്. ഇപ്പോൾ തന്നെ ഒരു സ്ഥലം നടത്തിയെടുക്കണത് പിടി നടത്തിയെന്ന് പറയാം. അവർ പിടി നടത്തി വെച്ചാൽ പിടി ആനയെ കൊണ്ട് നടത്തിയാണ് അതിനെ നമ്മളത് നമ്മുടെ ഉടമസ്ഥയിലേക്ക് ആക്കി തീർക്കുന്നത്. ഇപ്പം കരം അടക്കാൻ പറ്റുന്ന രീതിയിലാക്കി അതിനെ പിടി നടത്തിയെന്നാണ് പറയണത്. ഇതുപോലെ തന്നെ പാലത്തിൻ്റെ കാര്യം, പാലം ആനയെ കയറ്റിയിറക്കും. ഒരാനയെ കയറ്റിയിറക്കും അതിലൂടെ. എന്നിട്ട് മാത്രമേ പിന്നെ രാജാവ് നടക്കത്തുള്ളൂ. ഇപ്പം എഞ്ചിനീയർമാർ അപ്പുറത്തും ഇപ്പുറത്തും ശ്വാസം അടക്കി നിൽക്കും. പാലം പണിത ആൾക്കാർ ആന കയറുമ്പോൾ എങ്ങാനും പാലം ഇടിഞ്ഞെങ്കിൽ അപ്പം തന്നെ വേറെ വിചാരണമൊന്നുമില്ല, എഞ്ചിനീയറിൻ്റെ തല അപ്പം തന്നെ പോകും. ഈ ജനാധിപത്യ കാലമല്ലല്ലോ. പക്ഷേ ആന കയറി ഇറങ്ങിക്കഴിയുമ്പോൾ എഞ്ചിനീയറിനൊരു ശ്വാസം വരും. ടെസ്റ്റഡാണ്. അപ്പം വലിയ വാസകം കാശ് കിട്ടും, സമ്മാനം കിട്ടും. അങ്ങനെ കുറേ നടപടിയുണ്ട് ടെസ്റ്റഡായ. ഇതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന ആനകളെ കയറി നിരങ്ങാതെ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്തതായിട്ട് ദൈവം കണക്കാക്കത്തില്ല. സോ ദാറ്റ് ഈസ് വൈ സോ മെനി ക്ലേശം. ഒത്തിരി പ്രയാസങ്ങളുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി ദൈവത്തിന് ഇനി ദൈവികമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിത്യത വരെ ഈ ആത്മാവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു ഹ്യൂമൻ സോളെന്ന് പറയും. ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഹ്യൂമൻ സോളിൻ്റെ ഒരു പ്രത്യേകത, ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസിലേക്ക്, ദൈവമഹത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് കൃപയെ ആർജിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിത്യാനന്ദം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഓരോ മനുഷ്യന്മാർ അനുഭവിക്കുന്നത് അവർക്ക് ആർജിച്ച കൃപയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും. അപ്പം ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കൃപ നമുക്ക് ആർജിക്കാൻ പറ്റും, അത്രയും ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകും. ആ ടെസ്റ്റ് പലപ്പോഴും ചില ആൾക്കാർ ടെസ്റ്റ് ഒത്തിരിയേറെ പ്രലോഭിതരാണെങ്കിൽ ടെസ്റ്റിൽ വീടും പോകും. പ്രലോഭിതരെന്ന് പറയുമ്പോൾ ജഡിക വാസന കൂടുതലുള്ള ആൾക്കാരില്ലേ, ലോകത്ത് തന്നെ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയുള്ള ആൾക്കാരില്ലേ, അവർ ഒന്നും മുതലാകാത്ത ആൾക്കാർ. അവർ ഓരോരോ സാധനവും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കിയിട്ട് അവരെന്താ ചെയ്യണത് അനുസരിച്ചിട്ട് അവർ മാറി ഇപ്പോൾ അവർ ഗ്രാനൈറ്റ് മാറ്റിയിട്ട് മാർബിൾസാ വല്ലതൊക്കെ ഇടുകയാണെങ്കിൽ ഉടനെ അവരാദ്യം ഇത് ചെയ്തിരുന്നത് ഈ ടൈൽസും പൊളിച്ചാണ് അവർ
മാർബിൾ ഇട്ടത്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ മാർബിൾ പൊളിച്ച് ഗ്രാനൈറ്റ് ഇട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് പൊളിക്കാൻ തുടങ്ങി. ഇങ്ങനെ പൊളിച്ചും പണിതും അവർക്കൊന്നും മുതലാകത്തില്ല. അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയണത്. ഓരോരോ ആൾക്കാർ സമൂഹത്തിൽ നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ അഭ്യാസം കാണിക്കും. ഒന്നാം സ്ഥാനത്ത് സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി പണം കൊണ്ടുള്ള കളികളാണ്. അപ്പോൾ ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി നിലവിലിരിക്കുന്ന ഓരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആളെപ്പോലെ അല്ല ഞാൻ ഇത്രയുടെ കേമനാണ്, അത്രേ ഉള്ളൂ. അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. മറ്റേ ആളെപ്പോലെ അല്ല ഞാൻ ഇത്രയോടി കേമനാണ്. അപ്പോൾ അതുകൊണ്ട് ചിലരിങ്ങനെ ജിമിക്കിടും. അപ്പോൾ എല്ലാവരും ജിമിക്കിടും. അപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, അതുകൊണ്ട് മേൽക്കാത് കുത്തിയേക്കാന്ന് വിചാരിക്കും. അങ്ങനെ മേൽക്കാത് കുത്തും. ഇപ്പം അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ വരണത്. നമ്മുടെ ഈ ആഡംബരങ്ങൾ വരണത് അങ്ങനെയാണ്. പക്ഷേ മറ്റേ ആൾക്കാരെക്കാൾ മെച്ചമാണ് താനെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെൽഫ് ബൂസ്റ്റ് ചെയ്യും. സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് വരുമ്പോൾ എന്താ പ്രശ്നം? അപ്പം ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എപ്പോഴും അവർ പ്രലോഭനത്തിന് വശംബദ്ധരായിക്കൊണ്ടിരിക്കും. പുതിയ പ്രലോഭനങ്ങളുടെ എന്നിട്ട് പുതിയ നിരാശ ഉണ്ടാകും. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? വി ക്രിയേറ്റ് സഫറിങ്സ്. നമ്മൾ തന്നെയാണ് ദൈവഹിതമല്ലാതെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ട് പുതിയ ലോണുകൾ, പുതിയ പലിശക്കടങ്ങൾ, ഇങ്ങനെ പുതിയ നരകങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ഇപ്പം അയൽക്കൂട്ടം തന്നെ ഉണ്ട്. ഒരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് 1000 രൂപയുടെ കടവേ ഉണ്ടായിരുന്നുള്ളൂ. 5 അയൽക്കൂട്ടം ഉള്ളപ്പോൾ ഇപ്പം 5000 രൂപയുടെ കടവായി. ഇല്ലേ? കറക്റ്റല്ലേ? നമുക്കൊരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞൊരു കാലമുണ്ട്, 2010 കാലം. ആ കാലത്ത് നമുക്ക് ഈ അണ്ണാച്ചിമാരുടെ പലിശക്ക് നമ്മുടെ വീട്ടിൽ പണം വേണോ ഒരു അണ്ണാച്ചിയെ വരത്തുള്ളൂ. അപ്പം അവൻ ചിലപ്പോൾ തന്തക്കൊക്കെ വിളിച്ച് നമ്മളവരെ തന്തക്ക് വിളിച്ച് മനസ്സിലാകത്തില്ല. കാര്യം തമിഴനായത് കാരണം. ഹിന്ദിക്കാരനെ മാർവാടിനെ നമ്മൾ വിളിക്കുമായിരുന്നു തന്തക്ക് മലയാളത്തിൽ. അപ്പം അവന് മനസ്സിലാകത്തില്ല. അപ്പം അവർക്കറിയാം കൂടിപ്പോയി അണ്ണാച്ചി വന്ന് ബഹളം ഉണ്ടാക്കും, അവൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ തന്തക്ക് വിളിച്ചാൽ അവൻ കേൾക്കത്തുമില്ല. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. മാർവാടി ഹിന്ദിക്കാരൊക്കെ ആയിട്ട് പലിശ അഡ്ജസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് അയൽക്കൂട്ടം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയൽക്കൂട്ടം തുടങ്ങിയത്. അയൽക്കൂട്ടം തുടങ്ങിയപ്പോൾ എന്താണ്? അമ്മായിയമ്മയുടെ പേരിൽ ലോണുണ്ട്, മരുമകളുടെ പേരിൽ ലോണുണ്ട്, മരുമകൻ്റെ പേരിൽ ലോണുണ്ട്. എവിടുന്നെല്ലാം ലോൺ കിട്ടാവോ അവിടുന്നെല്ലാം മേടിച്ച് നമ്മൾ ആഘോഷം നടത്തി. ഇപ്പം നമ്മൾ എല്ലായിടത്തും കടമായി. ഇപ്പം കർത്താവിനെ നമ്മൾ കർത്താവിനോട് നമ്മൾ ശണ്ട കുടിക്കൊണ്ട് നടക്കുകയാണ്. കർത്താവേ 2 കിഡ്നിക്ക് പകരം 4 കിഡ്നി വെച്ച് തന്നെങ്കിൽ നമുക്ക് കുറച്ച് 2 കൊടുത്ത്. ഇപ്പം ദൈവത്തിനായ പ്രശ്നം. ദൈവം 2 കിഡ്നിയല്ലേ നമുക്ക് വിൽക്കണമെങ്കിലും 2 ഉള്ളൂ. ഇവിടെ 4 ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്? ഇപ്പം ഒന്നിനും ഒതുങ്ങണില്ല മലയാളി ഒന്നിനും ഒതുങ്ങണില്ല. ഇനി പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ കടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ ജഡിക വാസനകളെ ഇപ്പം ജഡിക വാസന പലതിലുണ്ട്. കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, 3 കൊല്ലം കൂടുമ്പോൾ കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും. ജഡിക വാസനയുടെ ഒരു പ്രശ്നം അത് ബോറെന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ അനുഭവതലങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ്. അപ്പം ദൈവം എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും മുതലാകാത്തൊരു മുതലായിട്ട് വരും. ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും, അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ്. മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ, ദൈവത്തെപ്പോലും മുതലാകാതെ ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ
ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന ജലം വെള്ളം കുടിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവ് നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും. പൗലോസ് അപ്പോസ്തലൻ പറയും, ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 1 തിമോത്തിയോസ് 6:6 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന്, എന്നിട്ട് പറഞ്ഞേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അപ്പൊ ദൈവഭക്തി കൊണ്ട് നേട്ടം ആർക്കാണ്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ആൾക്കാർക്ക് ദൈവഭക്തി കോട്ടമാണ്. അതാണ് വിഷയം വരുന്നത്. അപ്പോൾ എപ്പോഴും പ്രെയർ പോകേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ദൈവം മാനിക്കുന്നുണ്ട്. ആവശ്യമുള്ള, ഇപ്പോൾ ഒറ്റ മുറി വീട്ടിൽ താമസിക്കുകയാണ്. ആദ്യം ഭർത്താവും ഭാര്യയുമായപ്പോൾ അവർക്ക് ഒരു ഗ്യാസ് വെച്ച് ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ 2 കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് 3 മുറിയുള്ള വീടും വരാന്തയും റീഡിങ് റൂം, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പഠനമുറിയും എല്ലാം വേണം. അപ്പം ആവശ്യത്തിന് കുഴപ്പമില്ല. അനാവശ്യത്തിനാണ് കുഴപ്പം വരേണ്ടത്. ആഡംബരമില്ലേ, ആഡംബരത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണെന്ന്. ആവശ്യങ്ങളല്ല. ഇപ്പോൾ 6:33 എടുത്ത് മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദിക്കുന്നതനുസരിച്ച് മാത്രമല്ല. നമുക്ക് 2 തരത്തിൽ ദൈവത്തിൽ നിന്ന് അലോട്ട്മെൻ്റ് ഉണ്ട്. അനുഗ്രഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് 2 തരത്തിലാണ് നമുക്കുള്ളത്. 2 മാർഗ്ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 7:7. മത്തായി 7:7. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്പം കേവലമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയണത്. നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു മാർഗം ദൈവത്തോട് ചോദിക്കുകയാണ്. ലഭിക്കുന്നതിൻ്റെ 2ാമത്തെ മാർഗം എന്താണ്? നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് 6:33 എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. അപ്പൊ ചേർത്ത് നൽകപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതായത് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 32:8. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം എന്താ പ്രശ്നം? നമ്മളുടെ എല്ലാ A to Z കാര്യങ്ങളും ദൈവം ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട് വഴി നിങ്ങളെ ദൈവത്തിൻ്റെ എക്സ്പെൻസിൽ തന്നെ നടത്തും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അതിനെന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ്. ഓരോ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവും. ആദ്യം ദൈവത്തിൻ്റെ മനസ്സ്, ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മനസ്സെന്താണ്? അപ്പം നിൻ്റെ മനസ്സല്ല, നിൻ്റെ വീട്ടുകാരുടെ മനസ്സല്ല. ഇവിടെയാണ് ഇടിവെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത്. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നടക്കുന്നത് ഇവിടെയാണ്. കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് മാത്രം എന്നെ നടത്തണമെന്ന്
എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മീൻ ചെയ്യുന്നില്ല. ഇപ്പം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില്ലേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് ഒരു ഭൂമിയിലുമാകണേ. പക്ഷെ നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മീൻ ചെയ്യണില്ല, നമ്മളത് ഉദ്ദേശിക്കണില്ല. അത് ദൈവത്തിനറിയാം. ചുമ്മാ പണ്ടൊരു പ്രാർത്ഥന പഠിച്ചു വെച്ചിരിക്കണ കാരണം കണാകുണ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ജീവികളാരും ഇത് ഉദ്ദേശിക്കണില്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം ആ ഫയൽ എടുക്കണില്ലല്ലോ. നമ്മൾ എത്ര 1000 സ്വർഗസ്നായ പിതാവ് ചൊല്ലിയാലും ദൈവം ആ ഫയൽ എടുക്കത്തില്ല. കാര്യം ഇവർ ഉദ്ദേശിക്കണില്ലെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ വൺസ് നമ്മളിതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദൈവത്തോട് പറയാമോ, ദൈവമേ അങ്ങയുടെ മനസ്സ് തന്നെയാണ്. ഇപ്പം ചില കൊച്ചുകൾ ഇങ്ങനെയോട് വെച്ചാൽ ഞങ്ങൾ അഫെയറിലായിട്ട് 2 കൊല്ലമായി, പക്ഷേ ഇപ്പോൾ കർത്താവിന് എനിക്ക് ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റിലേഷൻ. അച്ഛൻ പറഞ്ഞാൽ മതി. അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയെന്നുകൊണ്ട് അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞാൽ മതി. എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പാലിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അതിന് ഇത്തിരി തൻ്റെ ഇടം വേണം ശരിക്കും. നിങ്ങൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്നൊക്കെ പറയുമ്പോഴേ, അങ്ങയുടെ തിരുമനസ് നിറയണമെന്ന് നിങ്ങൾ പറയുമ്പോഴേ, നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം, വീട്, സ്ഥലം, ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ പറയണ പോലെ ദൈവം നിങ്ങളുടെ അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രെയറല്ല. അങ്ങനെ ഒരു പ്രെയർ ചെയ്യുന്ന ആളെയും ദൈവം അംഗീകരിക്കണില്ല. പിന്നെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് പുറത്ത് വിചാരിക്കും. നിങ്ങൾ സത്യമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന എല്ലാ യാചനകളും അസത്യം ചേർന്നതാണ്. അതുകൊണ്ട് കർത്താവിനോട് കർത്താവേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ കാനഡയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും കൂടുതലേ. കാശ് കിട്ടി ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാശ് കിട്ടിയാൽ മലയാളി ഉടനെ ചെയ്യണത് എന്താണ്? വീട് പൊളിക്കും. അല്ല പിന്നെ നല്ല വീടാണെങ്കിൽ അത് പൊളിക്കും. കാര്യം വെച്ചാൽ കാനഡയിൽ പോയവരും ഇംഗ്ലണ്ടിൽ പോണവരും ജീവിക്കണം എങ്ങനെയാണെന്ന് മലയാളിക്കറിയാം. ആ രീതി പൊളിച്ചിട്ട് അയൽവാസിയിൽ എവിടെയാണ് വിദേശത്ത് പോയിരിക്കുന്നത്, വിദേശ പൗരന്മാരെ പോലെ ഈ നാട്ടിൽ ജീവിക്കും. പിന്നെ അവസാനം എഴുതി വെക്കുകയും ചെയ്യും, ബിവെയർ ഓഫ് ഡോഗ്സ്. ഇതിന് വേണ്ടിയാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്തിനാണ്? നാട്ടുകാരെ വിട്ടി കയറ്റാതെ പട്ടി കൊണ്ട് സൂക്ഷിക്കരുതെന്ന് എഴുതി വെക്കാൻ വേണ്ടിയുള്ള അഭ്യാസം. അതും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട ഈ സാധനം പൊളിച്ചെഴുത്ത് വേണം ഇവിടെ. എന്താണ്? കർത്താവേ എന്താണെന്നല്ല, എനിക്ക് മര്യാദക്ക് നിൻ്റെ മകനാണ് ഞാൻ എലിക്കുഞ്ഞുമല്ല, ആട്ടുകുഞ്ഞുമല്ല, ആനക്കുഞ്ഞുമല്ല. എലിയാണെങ്കിൽ ഞാൻ മാളത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു, അല്ലേ? ആടാണെങ്കിൽ ഞാൻ ആലയിൽ താമസിച്ചാൽ മതിയായിരുന്നു, ആനയാണെങ്കിൽ ഞാൻ കൊട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ മനുഷ്യനാണ്, നിൻ്റെ മകനാണ്, നിൻ്റെ മകളാണ്. ആ ഒരു മാന്യത ഞാൻ ജീവിക്കണം. അതാണ് നമുക്ക് ആവശ്യമായ സംഭവം. നമ്മളാണെങ്കിൽ കുടിലും ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കണില്ല. പക്ഷെ അതല്ല പ്രശ്നം. എന്തുകൊണ്ടാണ് വേസ്റ്റ് റൂംസ് മുഴുവൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണത്? വേസ്റ്റ് റൂംസ്, ആവശ്യമില്ലാത്ത മുറികൾ എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. മുകളിലൊക്കെ സർവത്ര മുറികളാണ്. എന്തിനാണ്? ആ വീട്ടിൽ ആളുമില്ല, അവിടെ മക്കളൊക്കെ വിദേശത്ത് വേറെ വീട് വെച്ച് താമസിക്കുകയുണ്ട്, കോടികളുടെ വീട്ടിൽ. അവർ വല്ലപ്പോഴും കൂടെ വരത്തുള്ളൂ, ഇനി വരുവാന്ന് പോലും അറിയാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് എവിടെയൊക്കെ ചെറിയ പെശക സംഭവിക്കുന്നുണ്ട്. നമുക്കുള്ള എല്ലാ മണിയും ഇങ്ങനെ, നമുക്കുള്ള സമ്പത്ത് മുഴുവനും ഇപ്പം ഗവൺമെൻറ് പോലും പട്ടിണിയില്ല. കാര്യം നമുക്കുള്ള സമ്പത്തെല്ലാം സ്വരുക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ രാജ്യത്തിന് വികസനത്തിന് കൊടുക്കണില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുതിയ സാമ്പത്തിക മനോഭാവങ്ങളുടെ പുതിയ സാമൂഹ്യ പാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സോഷ്യൽ സിൻസ്. അതായത് ആർക്കും അപ്പം അതിൻ്റെ അകത്ത് ഒരു അംശമുണ്ടെന്ന് കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടുന്നല്ലാതെ
ദേശീയമായ നമ്മൾ ദേശത്തോടും നാടിനോടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഈ നമ്മളുടെ ആളായ്മ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഡെഡായി കളയുന്ന ദേശത്തിൻ്റെ നാഷണൽ വേസ്റ്റ്, ദേശീയമായിട്ടുള്ള വേസ്റ്റുകൾ, ഇതെല്ലാം ഒരു പാപത്തിൻ്റെ ലെവലിലാണ് ബൈബിള് കാണുന്നത്. അത് ദേശീയ നഷ്ടം മാത്രമല്ല, സ്വകരാജ്യത്തിൻ്റെ നഷ്ടങ്ങളായിട്ട് വരും. അത് നിത്യതയെ അട്ടിമറിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെയും നമ്മൾ ദൈവസന്നിധി വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഇപ്പോൾ വരുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം, എല്ലാവരും ഇങ്ങനെ രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അവിടെ സമ്മർദ്ദത്തിലാണ്, ഇവിടെ സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അസൂയയുടെ പുതിയ രൂപങ്ങൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. അസൂയയുടെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക അയൽവാസിക്കുണ്ടാകുന്ന, അയാൾ ഉടമ്പടി എടുത്താണെങ്കിലും അസൂയക്ക് പഞ്ഞമൊന്നുമില്ലല്ലോ. അതേ സംഭവം അസൂയയുടെ പുതിയ രൂപങ്ങൾ വരുന്നുണ്ട്. ഇത് ആധ്യാത്മികതയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഞങ്ങളിലേക്ക് പ്രാർത്ഥനയൊക്കെ കാട്ടുതീയിൽ നമ്മൾ വെഞ്ചരിപ്പ് വെള്ളം ഒഴിക്കണ പോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ. എന്താ കാര്യം? ജനങ്ങളെ ഗ്രീഡിനെസ് വർദ്ധിക്കുന്നു, ജലസ്യ വർദ്ധിക്കുന്നു. അതുവെച്ച് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാർക്ക്, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മിനിമം. ഇപ്പോൾ ശാന്തകുമാരി എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, കടത്തുരുത്തി 600 മംഗല. ശാന്തകുമാരിയുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിയത് ശാന്തകുമാരി അനാവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അതാണ് വിഷയം. ശാന്തകുമാരി ഈ പെട്ടെന്ന് കത്തുന്ന ഉടമ്പടിയിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് അനാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ, ആഡംബര കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. കാര്യം എന്താണ്? ഉടമ്പടി വർക്ക് ചെയ്യണത് ഒരു AI മെത്തേഡിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യം കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നത്. അതായത് ഈ മത്തായിയുടെ 6:33. കാര്യം നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെയും കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവം വർക്ക് ചെയ്യണത്. അതിനുവേണ്ടി പ്രത്യേകം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് പ്രോഗ്രാംഡ്. നിങ്ങൾ വീട് വേണം, കാറ് വേണം, മക്കളെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് പ്രത്യേകം ഇനംതിരിച്ച് ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. എന്താണ്? ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ലൈഫൊന്ന് പ്രോഗ്രാം ചെയ്താൽ മതി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോവുകയും നിറവേറ്റുകയും ചെയ്യും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കാണെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, hallelujah, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനങ്ങള് ജീവിതബന്ധിയായി അങ്ങ് നൽകുമ്പോഴ് അത് അംഗീകരിക്കുവാനും നടപ്പിൽ വരുത്തുവാനും പൈതലിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് അർഹനാകുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ആരാധനയിലൂടെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് നിങ്ങളെ അർഹരാക്കണമേ.
തിരുമനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ശാന്തകുമാരിയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ശാന്തകുമാരിക്ക് പല പ്രശ്നങ്ങളാണ്. ഈ ക്ലേശങ്ങളെ കൊണ്ട് കുറേ ക്ലേശങ്ങളാണ്. ഒന്ന്, ഇവർ കടത്തുരുത്തി 600 മംഗലം ഉൾനാട്ടിലുള്ള ആളാണ്. അവരുടെ സ്ഥലത്ത് വെള്ളമില്ല. അതാണ് ഒരു പ്രശ്നം. സ്ഥലമല്ല, ഒരു അറിയാമല്ല, ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം വറ്റി പോകും. ആ വീട്ടിലോട്ട് വഴിയില്ല. രണ്ടാമത്തെ പ്രശ്നം. വെള്ളം വല്ലയിടത്തും പോയി കോരാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയില്ല. വെള്ളം വിലക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ ഒന്നും നിൽക്കത്തില്ല. പലയിടത്തും വണ്ടി വന്ന് നമ്മൾ ചുമന്നുകൊണ്ട് വരണം വെള്ളം. ശാന്തകുമാരി ഒറ്റക്ക, മക്കളുണ്ട്, കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അതുങ്ങളൊന്നും ഈ വീട്ടിൽ തിരിച്ചു വരത്തില്ല. അമ്മയോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അവരാരും വരത്തില്ല വീട്ടിലോട്ട്. മൂന്നാമത്തെ പ്രശ്നമാണ്. എന്താ വരാത്തത് കാര്യം? മക്കൾ വരാത്ത 2 കാര്യങ്ങളാണ്, 3 കാര്യങ്ങൾ. അപ്പം നേരിട്ട് മരിച്ചു പോകാൻ തോന്നുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ആ അമ്മയെ തിരക്കി. അമ്മയോട് മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ പെമ്മക്കളാണെങ്കിലും വരാൻ പറ്റണില്ല അവർക്ക്. അവർ പറയണ അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ എന്തോ നെഗറ്റീവ് എനർജിയാണ്. 4ാമത്തെ പ്രശ്നം. പിള്ളേരിപ്പോൾ പഠിച്ചപ്പോഴേ നെഗറ്റീവും പോസിറ്റീവൊക്കെ അറിയാമല്ലോ അവർക്ക്. അപ്പോൾ ഇവർ പറയണത് ഇപ്പോൾ നെഗറ്റീവ് എനർജിയാണെന്നാണ് പറയണത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളമില്ല, വഴിയില്ല, വീട്ടിൽ വരാൻ പറ്റണില്ല, നെഗറ്റീവ് എനർജിയാണ്. ഇതൊന്നുമല്ല, എവിടെ നോക്കിയാലും മൂർഖം പാമ്പ്. 4ാമത്തെ പ്രശ്നം. അപ്പം ശാന്തകുമാരി മടുത്തു ജീവിതം. ഇവിടുത്തെ ആരും ഇത് 5ാമത്തെ പ്രശ്നം എന്താ അറിയാമോ? വിറ്റ് ചുട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ആരും എടുക്കാനും ഇല്ല. 6ാമത്തെ പ്രശ്നങ്ങൾ ഒരു ഒറ്റ വ്യക്തി ഒരു കുടുംബത്തിൽ ആരും സഹായമില്ലാതെ അനുഭവിക്കുന്ന 6 പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവൾ ഉരുകിത്തീർന്ന് എന്ത് ജീവിക്കണം? അവസാനം ശാന്തകുമാരി പറയണേ, ആദ്യമൊക്കെ മുറുകപാമ്പൊക്കെ വരുമ്പോഴേ എപ്പോഴും വരും പാമ്പ്, പല സ്ഥലത്തും പാമ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അവസാനം ഞാൻ നാട്ടുകാരെ വിളിച്ച് തല്ലിക്കൊല്ലാൻ തുടങ്ങിയെന്ന്. പാമ്പ് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ കിടന്ന് ആൾക്കാർ വന്ന് തല്ലിക്കൊല്ലും. അവസാനം ആൾക്കാർ പറയും തല്ലിക്കൊന്ന് ആൾക്കാരെ മടത്തി. ഇവിടെ കാറ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ നാട്ടിൽ നിന്ന് ഓടുകയാണ്. അവർ മടുത്ത് പിന്നെയും പാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയണം ഞാൻ തന്നെ അവസാനം ധൈര്യം അവലംബിച്ച് എനിക്ക് ജീവിക്കണ്ടേ, ഞാൻ തന്നെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയെന്നു. എന്നിട്ട് പാമ്പ് തീരണ്ടില്ല. ഞാൻ അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് പറഞ്ഞത്, മാതാവിനെ കണ്ടാൽ എല്ലാം തീരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഉടമ്പടി പുതുക്കാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ കൂടെ കയറിപ്പോന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ മനസ്സിൽ അമ്മയെ കാണണമെന്ന്, ഉടമ്പടി എടുക്കണമെന്ന് അവർ തീരുമാനിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തോ അമ്മ ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അതങ്ങനെയാണ് ഇവിടെ എന്താ ആ രീതി. അതാണ്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അടയാളങ്ങൾ തുടങ്ങും. നമുക്ക് ആന്തരികമായ ബോധ്യം കിട്ടും. നിങ്ങൾ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കിയാലും അമ്മ അനങ്ങത്തില്ല. കാര്യം സത്യസന്ധത അല്ലെന്ന് അറിയാം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ സത്യസന്ധരാണ്, നീ വിഷയം ഇപ്പം നിങ്ങൾ പറയാം ഉടമ്പടി നാത്തൂനും ആൻറ്റിയും കുഞ്ഞമ്മയൊക്കെ എടുത്തില്ലേ, എന്നാൽ പോയി നോക്കിയൊക്കെ ആലപ്പുഴ. ഇനിയിപ്പോൾ നമ്മളായിട്ട് പോകാഞ്ഞിട്ട് ആരെങ്കിലും കിട്ടാതിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സത്യസന്ധരല്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുക്കുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹം കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ എന്നെ വട്ടിയും കൊട്ടയും എടുത്തുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരും. സത്യസന്ധരല്ല, പുതുക്കിയാലും രക്ഷപ്പെടത്തില്ല. നിങ്ങൾ ആ ഉടമ്പടിയുടെ കറക്റ്റ് കാര്യങ്ങളെ സത്യസന്ധമായിട്ട് ഒന്നാമത്തെ ആ ഉടമ്പടി എഴുതിയിരിക്കണതെല്ലാം നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളായിരിക്കണം. അല്ല ആഡംബരം എഴുതിയാൽ വർക്കൗട്ട് ചെയ്തില്ല ഈ സംഭവം. ആഡംബരം എഴുതിപ്പോയാൽ ഇത് ആൾ കളിക്കാൻ വേണ്ടിയാണെന്നും അഹങ്കാരത്തിൻ്റെ വിത്താണ് ഈ വന്നിരിക്കണമെന്നും ഇത് ദൈവത്തിന് പ്രയോജനപ്പെടുത്തില്ലെന്നും അവർക്ക് അഭ്യാസം കാണിക്കാൻ വേണ്ടിയുള്ള അഭ്യാസ വിശ്വാസിയാണെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം അടുക്കത്തില്ല. ദൈവം സത്യത്തിൻ്റെ ദൈവമായത് കാരണം അടുക്കത്തില്ല. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിയോഗങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അത്യാവശ്യം ആവശ്യം ഓക്കെയാണ്. ആഡംബരങ്ങളുണ്ടോ എന്ന് നോക്കണം. അത് നോക്കണം.
ആഡംബരം ഉണ്ടെങ്കിൽ എഴുതാതിരിക്കണേ എപ്പോഴും നല്ലത്. ആഡംബരങ്ങളുടെ കാര്യങ്ങൾ എഴുതാതിരിക്കണം നല്ലത്. ശതകുമാരി എന്ന് പറയുമ്പോൾ മനസ്സിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞ എന്താ അറിയാമോ? ഈ ആദ്യം അമ്മയോട് പറയണം, എൻ്റെ കിണറ്റിൽ വെള്ളം വേണം, ജീവിക്കണ്ടേ, കുടിക്കണ്ടേ, മനുഷ്യൻ ജീവിക്കണ്ടേ, അതാണ്. അപ്പോൾ അത്യാവശ്യമല്ലേ അത്. പിന്നെ അമ്മയോട് പറയണം, പാമ്പിനെ ഒന്ന് ഓടിച്ചു തരണം, ഇവിടെ എനിക്ക് ഒറ്റക്കാണെങ്കിൽ ജീവിക്കണ്ടേ. പിന്നെ ഒരു വഴി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയണത്, വലിയ അത്യാവശ്യ കാര്യങ്ങളാണ്. അപ്പം അവർ ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അപ്പം തന്നെ ഫയലിൽ ഒപ്പിട്ട സംഭവം. അവർക്ക് ബോധമുണ്ടായി, അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായി. അവരെന്താ വെച്ചാൽ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിയെ ചെരുപ്പ് വണ്ടിയെ തന്നെ ഇട്ട്. അപ്പം ശാന്തകുമാരി അത് വേറിട്ടൊരു വേറെ ആളാണ് ശരിക്കും പറഞ്ഞത്. വെച്ചാൽ അവർ വണ്ടിയെ തന്നെ ചെരുപ്പ് വെച്ചു. എന്താ, ഞാൻ പോണത് എവിടെയാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. അവർക്ക് ഞാൻ ഏത് സംഗീതത്തിലേക്കാണ്, ഏത് സാങ്ച്വറിയിലേക്കാണ് പോകുന്നതെന്നുള്ളത് അവർക്ക് ബോധമുണ്ട്. ചെരുപ്പ് വണ്ടിയെ വെച്ചപ്പോൾ തന്നെ ഡ്രൈവറിന് പെശകാണെന്ന് മനസ്സിലായി. ഡ്രൈവർ അവിടെ നിന്നും പറഞ്ഞ്, ഉടമ്പടി പുതുക്കുന്നുള്ള വണ്ടിയാണിത്, പുതുക്കാനുള്ള ഇന്ന് പുതുക്ക് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ, നിങ്ങൾ പുതുക്കിട്ട് പെട്ടെന്ന് പോരുക, ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ശാന്തകുമാരി ചെരുപ്പ് വെച്ചുകൊണ്ട് ഡ്രൈവർ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇവിടുന്ന് പോരാൻ പറ്റുകയില്ല, എങ്ങനെ 5 മണിക്കൂർ കഴിയുമല്ലോ, അന്ന് പുതുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പോരാൻ പറ്റുമോ. പുതുക്കുന്നവരുടെ വണ്ടിയായിരുന്നു അത്. അതിന്മേലാണ് പുടമ്പ് എടുക്കുക ആൾ കയറിയിരിക്കുന്നത്. ചെരുപ്പകത്ത് വെച്ചപ്പോൾ തന്നെ ശാന്തകുമാരി കിടന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ ഡ്രൈവർ സ്വരത്തിൽ പറഞ്ഞ്, ഇന്ന് എടുക്കൽ നടക്കത്തില്ല, പുതുക്കൽ നടക്കത്തുള്ളൂ. അപ്പോൾ ശാന്തകുമാരി പോയി ചെരുപ്പ് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു. എന്താ കാര്യം? നിങ്ങൾ പോയിക്കോ, ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി ചെയ്യാൻ വന്നതാണ്, ഒറ്റക്കാണെങ്കിൽ ഞാൻ ചെയ്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ നിലപാട് മാറിയില്ലേ, ഒന്നായില്ലേ. ഒറ്റക്കാണെന്ന് അവർക്ക് അറിയത്തില്ല വഴിയൊന്നും. 700 രൂപയാണ് അവിടെ നിന്ന് ഇവിടം വരെ ഡ്രൈവർ വാങ്ങിക്കുന്നത്. ആ പൈസ പോയി. ആ പൈസ പോയാലും തിരിച്ച് രാത്രിയായാലും ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞ്. അപ്പം തന്നെ സത്യത്തിൻ്റെ ഒരു കണിക അവിടെ ഉണ്ട്. ചില ആൾക്കാർ ആദ്യമേ തന്നെ വന്ന് ഓഫീസിൽ ചോദിക്കും, എത്ര സമയമാകും? അപ്പോൾ ഓഫീസിൽ പറയും 4 മണിക്കൂർ ആകത്തുള്ളൂ, 5 മണിക്കൂർ ആകുമെന്ന് പറയും. കാര്യം ചോദിക്കുന്നവരോട് 1 മണിക്കൂർ കൂട്ടിയേ പറയത്തുള്ളൂ. എന്താ കാര്യം? ഈ പണ്ടാര ഇവിടുന്ന് പോയി കിട്ടണം, അതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. സമയം ചോദിക്കുമ്പോഴത്തേന് മനസ്സിലാക്കും ഉടമ്പടി എടുക്കാൻ വന്നതല്ല, പുള്ളി വേറെ എന്തോ അഭ്യാസത്തിന് വന്ന വഴിക്ക് ഇതിനകത്ത് കയറി നോക്കിയതാണ്. അപ്പം 4 മണിക്കൂർ ആകത്തുള്ളെങ്കിലും ഓഫീസിൽ നിന്ന് പറയും 5 മണിക്കൂർ ആകുമെന്ന് പറയും. വണ്ടി വിട്ടേക്കാൻ, അതിൻ്റെ അർത്ഥം അളിയൻ വണ്ടി വിട്ടേക്കാനാണ് എൻ്റെ അർത്ഥം, വേറെ സംഭവമൊന്നുമില്ല. വണ്ടി വിട്ടേ പോയിക്കൊള്ളാം, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ, അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടി ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇടമാണ്, കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള സ്ഥലമല്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരെ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയോടെ ഉടമ്പടി നിവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം.